ചോദ്യം നമ്പർ 62 ശ്രീ കെ വിജയൻ, ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗക്ഷേമ വകുപ്പ് മന്ത്രി. യെസ് സാർ, നമ്മുടെ പട്ടികവർഗ വകുപ്പ് രൂപീകരിച്ചിട്ട് 50 വർഷം പിന്നിടുകയാണ് സാർ. ചോദ്യം എ, പട്ടികവർഗ വികസന വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ പട്ടികവർഗ വിഭാഗത്തിൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യ സാമൂഹ്യ സാമ്പത്തിക ഉന്നമനം സാധ്യമാക്കുന്നതിനും കഴിഞ്ഞ 50 വർഷം കൊണ്ട് വകുപ്പിന് കഴിഞ്ഞിട്ടുണ്ട്. ആധുനിക കാലത്തിൻ്റെ പുത്തൻ സാങ്കേതികവിദ്യയുടെ വെല്ലുവിളികളെ ഏറ്റെടുത്തുകൊണ്ട് പട്ടികവർഗ യുവജനതയെ ഒരു കരുത്തുറ്റ സമൂഹമാക്കി മാറ്റുന്നതിൽ പട്ടികവർഗ വികസന വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. സാങ്കേതിക വിദ്യയുടെ വേഗതയോടൊപ്പം സഞ്ചരിക്കാനും അതിനെ അവരുടെ ഉന്നമനത്തിനായി ഉപയോഗിക്കാനും യുവജനങ്ങളെ പ്രാപ്തരാക്കുവാനും ചുവടെ പറയുന്ന നമ്മുടെ കുറേ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് സാർ. വിവിധ പദ്ധതികളുടെ നേട്ടങ്ങൾ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും നേരിട്ടെത്തിക്കുവാൻ പട്ടികവർഗ വികസന വകുപ്പിൻ്റെ ആധുനികവൽക്കരണം സഹായമായിട്ടുണ്ട്. സേവനം മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി വകുപ്പിൻ്റെ ആസ്ഥാന കാര്യാലയം മുതൽ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് വരെയുള്ള സ്ഥാപനങ്ങൾ ഈ ഓഫീസ് സംവിധാനത്തിലേക്ക് നിലവിൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലൂടെ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെ നമുക്ക് കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി സാധിക്കും സാർ. ഡി, പട്ടികവർഗ വികസന വകുപ്പ് രൂപീകരിച്ച് 50 വർഷം പൂർത്തിയാകുന്ന ഈ വർഷം പട്ടികവർഗ വിഭാഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ഉന്നമനത്തിനായി ഇക്കാലയളവിൽ വകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ പദ്ധതികളും സംരംഭങ്ങളും വകുപ്പിൻ്റെ നേട്ടങ്ങളും പ്രവർത്തനങ്ങളും വകുപ്പ് ഈ ജൂബിലിയോടനുബന്ധിച്ച് അവലോകനം ചെയ്യും. സുവർണ ജൂബിലിയുടെ ഭാഗമായി രൂപീകരിച്ച ടാസ്ക് ഫോഴ്സ് ഇതിനു വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട് സാർ. അതിൽ കൂടി ലഭ്യമായിട്ടുള്ള റിപ്പോർട്ട് സർക്കാർ തലത്തിൽ പരിശോധനയ്ക്ക് വിധേയമാക്കി ജനതയുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കും.